നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരമനയാറിൻ്റെ തീരത്താണ്, അല്ലെങ്കിൽ നമ്മൾ നെടുമങ്ങാട് വെള്ളനാട് അതിനിടയ്ക്കായിട്ട് കൂവക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ കൂട്ടുവാനും അതുപോലെ തന്നെ ഇവിടെയുള്ള മണലും ചെളിയൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. 1-2 ദിവസങ്ങളല്ല, വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതോ ഓരോ 1-2 ഡ്രഡ്ജറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവോയറിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇവർ ഇവിടുത്തെ ചെളി മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ മണൽ വേർതിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇവിടുത്തെ മണൽ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ പരിപാടികളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വെള്ളം അടിച്ച്, അല്ലെങ്കിൽ വെള്ളവും ചെളിയാരൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അത് വാഷ് ചെയ്തതിന് ശേഷം അപ്പുറത്ത് മണൽ കൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിരുന്നു. അത് കാണാത്തവർക്കാണ് കേട്ടോ. തിരുവനന്തപുരം നെടുമങ്ങാട് വെള്ളനാട് പോകുന്നതിന് ഇടയ്ക്കുള്ള മെയിൻ റോഡിനുള്ള ഒരു സ്ഥലമാണ് കൂവക്കുടി എന്ന് പറയുന്നത്. ആ കൂവക്കുടി പാലത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു വലിയൊരു പദ്ധതി ഇവിടെ നടക്കുന്നത്. അരുവിക്കര ഡാമിൻ്റെ റിസർവോയർ ഏരിയകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും ചെളിയും പായലും അതുപോലെ തന്നെ ഈ വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്ന മണലും അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എടുക്കുക എന്നുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങളെടുത്ത് ഈ അരുവിക്കര റിസർവോയർ ഭാഗങ്ങളൊക്കെ ഇതുപോലുള്ള ഡ്രഡ്ജ് ചെയ്ത് മണൽ എടുത്ത് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വിൽക്കുവാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടക്കുന്നത് കേട്ടോ. കരമനയാറ്റിൽ നിന്ന് വെള്ളവും ചെളിയും മണലും എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് കളക്ട് ചെയ്യുന്നു. അതുവഴി അവിടെ നിന്ന് 4 പ്രാവശ്യം വാഷ് ചെയ്താണ് ഈ പ്യുവർ മണലായിട്ട് ഇവർ വേർതിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പോലെ റെഡി ടു യൂസ് ആണ്. ഇത് കൊണ്ടുപോയതിന് ശേഷം അരിക്കുകയോ ഇതിൻ്റെ പുറത്ത് വേറെ ഒരു പണിയും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണ് ഇവിടെ നിന്ന് വിൽക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കെട്ടിടങ്ങൾ വയ്ക്കുവാനോ മൊത്തമായോ ചില്ലറയായിട്ടോ ഒക്കെ നിങ്ങൾ മണൽ ആവശ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഏകദേശം 3 വർഷമെങ്കിലും ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഇവിടെ മണൽ വിൽപ്പന ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യക്കാർ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 4 തവണയൊക്കെ വാഷ് ചെയ്തിട്ട് വരുന്ന മണലാണ്. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പായിട്ടും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.